ചെങ്കോട്ട സ്ഫോടനത്തിൽ അറസ്റ്റ് തുടരുകയാണ്. നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ മകനും പിടിയിലായി. അറസ്റ്റിലായ ഡാനിഷ് ബിലാൽ ഉമർ നബിയുടെ അനുയായിയായിരുന്നുവെന്നും ചാവേറാകാൻ തയ്യാറെടുപ്പ് നടത്തിവരികയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ. ഉമർ നബിയുടെ കൂട്ടാളി അമീർ റാഷിദ് അലി കൂടി പിടിയിലായതോടെ ചുരുളഴിയുന്നത് രാജ്യത്തെ നടുക്കുന്ന ഭീകരതയുടെ വിവരങ്ങളാണ്. അഭിലാഷ് രാധാകൃഷ്ണനിലേക്ക് പോകാം അല്പസമയത്തിനകം. എന്തായാലും ചെങ്കോട്ട സ്ഫോടനത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അറസ്റ്റ് തുടരുമ്പോൾ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ മകനും പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിലാഷ്, നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഏത് രീതിയിലാണ്? ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വിവരം എന്ന് പറയുന്നത് നൌഗാം പോലീസ് സ്റ്റേഷനിൽ, അതായത് കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ഫോടനം ഉണ്ടായിരുന്നു. മുസമ്മിൽ ഷക്കീൽ ഗനൈൽ എന്ന് പറയുന്ന ഭീകരന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടനം പോലീസ് സ്റ്റേഷനിൽ കൈകാര്യം ചെയ്യുന്നവരുടെ പൊട്ടിത്തെറിക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ മരിച്ച ഒരാളുടെ മകൻ കൂടി ഇപ്പോൾ ഈ ഒരു ഭീകരവാദ പ്രവർത്തനത്തിൽ ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള തെളിവ് ലഭിച്ചതോടുകൂടി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള വിവരം. അതായത് ചെങ്കോട്ട ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ അറസ്റ്റിലായവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതിൽ ഈ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട, അതായത് ഈ സ്ഫോടനത്തിൽ ഇരയായ ആളുടെ മകൻ കൂടി ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഡാനിഷ് ബിലാൽ എന്ന് പറയുന്ന യുവാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾക്ക് ഉമറുൻ നബിയുമായി നേരിട്ട് ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ NIAക്ക് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതായത് ഇയാളുടെ അച്ഛനായിട്ടുള്ള ബിലാൽ അഹമ്മദ് വാനി എന്ന് പറയുന്ന ആളാണ് അന്ന് ഈ സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരുന്നത്. അയാളുടെ മകനായിട്ടുള്ള ഡാനിഷ് ബിലാലാണ് ഇപ്പോൾ അറസ്റ്റിലായത്. മാത്രമല്ല അമീർ റാഷിദ് അലി എന്ന് പറയുന്ന മറ്റൊരാൾ കൂടി കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇയാളും ഉമറുൻ നബിയും ചേർന്നാണ് ചെങ്കോട്ട സ്ഫോടനം പദ്ധതിയിട്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇയാൾ ഈ സ്ഫോടനത്തിന് വേണ്ടി ഡൽഹിയിൽ എത്തിയതായും ഡൽഹിയിലെ ഈ I-20 കാറ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപാടുകൾ നടത്തിയത് ഈ അമീർ റാഷിദ് അലിയാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ ഈ ഒരു സ്ഫോടനത്തിൻ്റെ പ്രധാന ഒരു കണ്ണി കൂടിയാണ് അമീർ റാഷിദ് അലി എന്ന് പറയുന്ന ആൾ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ വലയിലാകുന്നു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ആൾ വലയിലാകുന്നു. ഈ ഡാനിഷ് ബിലാൽ എന്ന് പറയുന്ന യുവാവ് ഒരു ചാവേറാവാൻ ഇടയാണ് പോലീസിൻ്റെ NIA സംഘത്തിൻ്റെ പിടിയിലായത് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ രാജ്യത്ത് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതെ അയാളെ കൂടെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഹരിയാനയിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും പഞ്ചാബിലും ജമ്മുവിലും ഡൽഹിയിലുമൊക്കെ വിവിധയിടങ്ങളിൽ പരിശോധനകൾ നടക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. 73ഓളം പേരെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അൽഫല യൂണിവേഴ്സിറ്റിയിലെ ശോഭ ഖാൻ എന്ന് പറയുന്ന നഴ്സിംഗ് ജീവനക്കാരി കൂടി പോലീസിന്റെ സംശയ നിഴലുണ്ട്. കാരണം ഇയാൾ ഉമറുൻ നബിക്ക് ഹരിയാനയിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു എന്നുള്ള വിവരങ്ങൾ വരുന്നു. അതുപോലെ പ്രിയങ്ക ശർമ്മ എന്ന് പറഞ്ഞിട്ട് ഹരിയാനയിലെ ഒരു യുവതി, അവരും ഇപ്പോൾ പോലീസിൻ്റെ സംശയ നിഴലിലാണ്. ഇവരും ഈ ഒരു ടീമുമായി, വൈറ്റ് കോളർ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ, ഒരു സംശയം NIAക്കുണ്ട്. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവാക്കളായിട്ടുള്ള ആളുകൾ ഈ ഭീകര പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ള ആശങ്ക പരത്തുന്ന വിവരങ്ങളാണ് ഈ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നാലെ പോലീസിൻ്റെ NIAയുടെ അന്വേഷണത്തിന് പിന്നാലെ പുറത്തു വരുന്നത്. ഇത് കഴിഞ്ഞ ദിവസം അനന്തനാഗിലെ ഒരു യുവ MBBS വിദ്യാർത്ഥി പിടിയിലായിരുന്നു. ഇയാൾക്ക് ഈ ഭീകര സംഘടനയുമായി, ഭീകര പ്രവർത്തനവുമായി ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അനന്തനാഗിലെ MBBS വിദ്യാർത്ഥിയെ കൂടി NIA സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നിരവധി, രാജ്യത്ത് അങ്ങിങ്ങായി നിരവധി ആളുകൾ ഇപ്പോൾ ഈ ഒരു ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുവെന്നുള്ള ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ NIAയുടെ അന്വേഷണത്തിന് പിന്നാലെ ചുരുളഴിയുകയാണ്. ഒരു രാജ്യത്ത് പലയിടങ്ങളിലും ഒരേ സമയം ഇവർ ഭീകര സ്ഫോടനങ്ങൾ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ NIAക്ക് ലഭിക്കുന്നു. അങ്ങനെയാണ് രാജ്യത്തെ വിവിധയിടങ്ങളിൽ ഇന്നലെ മുതൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയത്. ആ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു വലിയ പദ്ധതി, രാജ്യത്തിനെതിരെ നടത്തിയ വലിയൊരു പദ്ധതി പൊളിക്കാൻ നമ്മുടെ അന്വേഷണ സംഘത്തിൽ കഴിഞ്ഞു എന്നതിൽ അഭിമാനിക്കാം. പക്ഷേ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന, ആശങ്ക പരത്തുന്നത് യുവാക്കൾ ഭീകരരുടെ പിടിയിലേക്ക് വഴുതി വീഴുന്നു എന്നുള്ള വിവരങ്ങൾ ഈ ഒരു അന്വേഷണത്തിന് പിന്നാലെ നമുക്ക് ലഭിക്കുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.